യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത നിഷേധിച്ച കേന്ദ്ര സർക്കാർ ചില വ്യക്തികൾ നൽകുന്ന വിവരം വാസ്തവമല്ലെന്ന് കേന്ദ്രം. കഴിഞ്ഞ ദിവസമാണ് താൽക്കാലികമായി നീട്ടിവെച്ച വധശിക്ഷ പൂർണ്ണമായും റദ്ദു ചെയ്യാൻ സനയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ ധാരണയായതെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. സ്വാതി സന്തോഷ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. സ്വാതി, നേരത്തെ ഈ വിഷയത്തിൽ നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുകയായിരുന്നു കേന്ദ്രം. ആ സമയത്താണ് AP അബൂബക്കർ മുസ്ലിയാരുടെ നിർണായക ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വധശിക്ഷ റദ്ദാക്കി എന്ന വാർത്തകൾ നമ്മളിലേക്ക് എത്തുന്നത്. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആ വാർത്ത നിഷേധിക്കുകയാണ്. ചില വ്യക്തികൾ നൽകുന്ന വിവരം വാസ്തവമല്ല എന്നാണ് കേന്ദ്രം നൽകുന്ന മറുപടി. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ചേർക്കാൻ കഴിയുന്നത്? ആര്യ, യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് അത് റദ്ദാക്കിയെന്ന വാർത്തകൾ ഇന്നലെ രാത്രിയോടുകൂടിയാണ് പുറത്തു വന്നത്. കാന്തപുരം ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം സൂചനകളായി തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ ആ വിഷയത്തെ ഈ റദ്ദാക്കിയെന്നുള്ള വാർത്തയെ നിഷേധിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ റദ്ദാക്കി എന്ന വാർത്ത നിഷേധിക്കുക മാത്രമല്ല, അത്തരത്തിൽ ചില വ്യക്തികളിൽ നിന്ന് വരുന്ന വാർത്തകളിൽ അടിസ്ഥാനരഹിതമാണ്, അതിൽ വസ്തുതകൾ ഇല്ല എന്നുള്ള കാര്യമാണ്. അത്തരത്തിലൊരു ചർച്ചകളൊന്നും തന്നെയും നടന്നിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഈ റദ്ദാക്കി എന്നുള്ള വാർത്തയെ പൂർണ്ണമായും തള്ളുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയം തന്നെയാണ് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ആര്യ, ശരി. സ്വാതി സന്തോഷാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ജയിൽ DIGയുടെ അന്വേഷണ റിപ്പോർട്ട് DGPക്ക് കൈമാറി. ഗോവിന്ദച്ചാമിക്ക് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നും അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടിന് സംഭവത്തിൽ വീഴ്ച സംഭവിച്ചുവെന്നുമാണ് റിപ്പോർട്ട്. ഷീജ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷീജ, ഇത്തരത്തിൽ ജയിൽ DIGയുടെ അന്വേഷണ റിപ്പോർട്ട് DGPക്ക് കൈമാറിയിരിക്കുകയാണ്. പ്രധാനമായും ഗോവിന്ദച്ചാമിക്ക് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്നും അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ജയിൽ സൂപ്രണ്ടിന് വീഴ്ച സംഭവിച്ചുവെന്നുമാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിലൂടെ വ്യക്തമാവുന്നത്? ആര്യ, ഏതായാലും കഴിഞ്ഞ ദിവസം ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ കാണുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ എന്ന് തന്നെയാണ് റിപ്പോർട്ടിലും ഉള്ളത്. ജയിൽ DIG ആണ് നിലവിലിപ്പോൾ റിപ്പോർട്ട് ജയിൽ DGPക്ക് കൈമാറിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് ഒരു തരത്തിലുള്ള സഹായവും ജയിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടുന്നതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ്. അതിനൊപ്പം തന്നെ എടുത്തു പറയുന്നത്, പക്ഷേ ഇയാൾ ജയിൽ അഴികൾ മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിശദമായ പഠനം തന്നെ വിശദമായ അന്വേഷണം തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. അതിന് കാരണമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഒരാൾക്ക് വേഗത്തിൽ ഈ ജയിലിൻ്റെ അഴികൾ മുറിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കുവാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടിൻ്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഇതേക്കുറിച്ചുള്ള ഒരറിവും ഇല്ല എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയായി തന്നെ കണക്കാക്കേണ്ടതുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ ഇവിടെ നിന്നും ജയിൽ ചാടുമ്പോൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ, ഗോവിന്ദച്ചാമി ഉപയോഗിച്ച വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് അത് റിമാൻഡ് പ്രതികളുടെ ഉണക്കാനിട്ടിരുന്ന വസ്ത്രങ്ങൾ എടുത്തുകൊണ്ടാണ് ഇവിടെ നിന്നും ഗോവിന്ദച്ചാമി ജയിൽ ചാടിയിരിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണ്ടതാണ്. അതിൽ ഇത്തരത്തിലൊരു നീക്കം ഗോവിന്ദച്ചാമിയുടെ ഭാഗത്ത് നിന്നും കുറച്ച് മാസങ്ങളായി തന്നെ നടക്കുമ്പോൾ അത് തിരിച്ചറിയുവാൻ വേണ്ടി സാധിച്ചില്ല എന്ന് പറയുന്നത് വീഴ്ച തന്നെയാണ്. ഒപ്പം തന്നെ CCTV കൃത്യമായ രീതിയിൽ പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതും ഒരു വീഴ്ചയായി തന്നെ കണക്കാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഏതായാലും റിപ്പോർട്ട് ഇപ്പോൾ ജയിൽ DGPക്ക് കൈമാറിയിരിക്കുകയാണ്. ജയിൽ DGP ഈ റിപ്പോർട്ട് പരിശോധിച്ച് അതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇതിൽ വിശദമായിട്ടുള്ള അന്വേഷണം കൂടി നടക്കുന്നതായിരിക്കും. ആര്യ.